നമ്മൾ പലരും പല ആവശ്യങ്ങൾക്ക് ലോണുകൾ എടുക്കാറുണ്ടല്ലേ? ബിസിനസ് ആവശ്യങ്ങൾക്ക്, വീട് വെക്കാൻ, കാറ് വാങ്ങാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ ഒക്കെ നമ്മൾ ലോണുകൾ വാങ്ങാറുണ്ട്. ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്തും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ലോൺ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന സമയത്തും ആ ലോൺ നമുക്ക് കിട്ടിയ ലോൺ എമൗണ്ട് ഉപയോഗിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നമ്മളെല്ലാവരും ഹാപ്പിയാണ് അല്ലേ? ആ പണം ഉപയോഗിച്ച് നമുക്ക് ധാരാളം പോസിറ്റീവായ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. നമുക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിക്കാണും, അംഗീകാരങ്ങൾ കിട്ടിക്കാണും, നമുക്ക് ഹോപ്പ് വന്നിട്ടുണ്ടാവും, നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ആ ലോൺ എടുത്ത പണം കൊണ്ട് നമ്മൾ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ അതേസമയം ആ ലോൺ തിരിച്ചടവ് തുടങ്ങുന്ന സമയത്ത്, അതിന്റെ EMI അടയ്ക്കുന്ന സമയത്ത് നമുക്ക് എത്ര പേർക്ക് പരിപൂർണ സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടെ ആ പണം അടയ്ക്കാൻ കഴിയാറുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇന്നു മുതൽ നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കുന്ന സമയത്ത് EMI-യിൽ ഇൻട്രസ്റ്റ് കൂടി വരും. അതുകൂടി ചിന്തിക്കുമ്പോൾ നമ്മളുടെ സങ്കടം കൂടും. ആ സമയത്ത് ബോധപൂർവം നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. ആ ലോൺ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ സമയത്ത് നിങ്ങൾ അനുഭവിച്ച ഒരുപാട് പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ട്. അതുപോലെ മറ്റു പലർക്കും പോസിറ്റീവ് ഇമോഷൻസ് സമ്മാനിക്കാൻ നിങ്ങൾ തിരിച്ചടയ്ക്കുന്ന ഈ EMI കൊണ്ട് സാധിക്കും. ഒരുപക്ഷെ ഏതെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസം നടക്കാൻ, ഏതെങ്കിലും വീട്ടിലെ ചികിത്സ നടത്താൻ, ആർക്കെങ്കിലും ഒരു വീട് വെക്കാനായിട്ട്, അവരുടെ ആഗ്രഹിച്ച വണ്ടി സ്വന്തമാക്കാനായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കുന്ന പണം ഒരു ബ്ലസ്ഡ് മണി ആയിട്ട് അവരുടെ മറ്റാരുടെയോ കൈകളിലേക്ക് എത്തും എന്ന വിശ്വാസം ബോധപൂർവം നിങ്ങളിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ചിന്തിക്കാൻ ശീലിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മണി ഏരിയയിൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും.